പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുമായി തിരുവചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുമായി അത് ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ ആ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതേപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലുള്ളതായ പാസ്റ്റർ റെജി ജോൺ ആണ്. കർത്താവിന്റെ ദാസൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ തൻ്റെ ജോലി, തൻ്റെ ശുശ്രൂഷ, തൻ്റെ കുടുംബം, തൻ്റെ തലമുറകൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരണം. കർത്താവിന്റെ ദാസൻ ആ സൗദി അറേബ്യയുടെ മണ്ണിലായിരിക്കുമ്പോൾ ദൈവമായി കർത്താവ് തന്നെ ധാരാളമായി അനുഗ്രഹിപ്പാൻ ഇടയായി തീരണം. നമ്മുടെ എല്ലാം പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ദൈവത്തിന്റെ അത്യന്ത ശക്തി, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, എന്ന് വരേണ്ടതിന് അത് പകർന്നു തന്നിരിക്കുന്നത് മൺപാത്രത്തിലാണ്. മൺപാത്രം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. അതെ, ഈ മൺപാത്രം നമുക്കറിയാമല്ലോ, നിലത്ത് വീണാൽ എന്ത് ചെയ്യും? ഉടഞ്ഞു പോകും. എന്നാൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള ഈ മൺപാത്രത്തിലാണ് കർത്താവ് തൻ്റെ അത്യന്ത ശക്തി പകർന്നു തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ അത്യന്ത ശക്തിയാലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ നടക്കുന്നത്, ദൈവകൃപ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രവചിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം കർത്താവിൻ്റെ അത്യന്ത ശക്തിയാലാണ്. അത്യന്ത ശക്തി ദൈവമായ കർത്താവ് പകർന്നു തന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് പുകഴുവാനൊന്നുമില്ല, എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. കാരണം മൺപാത്രത്തിലാണ് പകർന്നു തന്നിരിക്കുന്നത്. അതെ ദൈവജനമേ, ഈ കർത്താവിന്റെ കൃപ നമ്മൾക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മളാകുന്ന മൺപാത്രത്തിലാണ്. ഈ മൺപാത്രം എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവമായ കർത്താവ് ഈ മൺപാത്രം ഉണ്ടാക്കിയത് എങ്ങനെയാ? നിലത്തെ പൊടി കൊണ്ട് തന്നെ. അപ്പോൾ ഈ നിലത്തെ പൊടി കൊണ്ട് ദൈവമായി കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. പ്രൈസ് ദി ലോർഡ്. അത് ജീവശ്വാസം എന്ന് പറയുമ്പോൾ ശ്വാസം എന്ന വാക്കിന് ബൈബിളിൽ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം റൂഹ് എന്നാണ്, ആത്മാവ്. വെറുമൊരു ശ്വാസമല്ല നമ്മിലേക്ക് ഊതിയത്, ആത്മാവിനെയാണ് ഊതിയത്. പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ നമ്മിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു തന്നു. വെറും ഒരു പ്രതിമ മാത്രമാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യൻ ഇപ്പോൾ പ്രതിമയായി കിടക്കുമ്പോൾ സർവശക്തനായ ദൈവം ഈ മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത.
അതാണ് മറ്റ് ഏതൊരു ജീവിയേക്കാളും മനുഷ്യനുള്ള പ്രത്യേകത. മറ്റ് മൃഗജാലങ്ങൾക്കൊന്നും ദൈവം ആത്മാവിനെ കൊടുത്തിട്ടില്ല. മറ്റ് വൃക്ഷ സസ്യാദികൾക്കൊന്നും ദൈവം ആത്മാവിനെ കൊടുത്തിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനിലാണ് ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവുള്ള നമ്മെക്കുറിച്ച് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരുന്നു. അത് ദൈവവചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യത്തിലും 27-ാം അധ്യായം 3-ാം വാക്യത്തിലും ശ്വാസം എന്ന വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലാണ് ആകാശം ശോഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രാണൻ മുഴുവനും എന്നിൽ ദൈവത്തിന്റെ ശ്വാസം എൻ്റെ മൂക്കിലുമുണ്ടല്ലോ. അപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ എന്ന് യോബ് പറയാൻ കാര്യം ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ ഉണ്ടല്ലോ എന്നാണ്. അതേ ദൈവജനമേ, ഇന്ന് കർത്താവ് നമ്മെ ദൈവസന്നിധിയിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പം വെറും മൺപാത്രമല്ല, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ആരെക്കുറിച്ചാ പറയുന്നത്? ശൗലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. കർത്താവ് തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ശൗൽ. അതേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ടവനായി തീർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ശൗലിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അതെ, ശൗൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പാത്രമാ. അപ്പോൾ കർത്താവ് ഇന്ന് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാ. നാം തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ നാമത്തെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പോകുവാൻ, കർത്താവിന് വേണ്ടി പോകുവാൻ, കർത്താവിന് വേണ്ടി വരുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നാം നമ്മുടെ വില മനസ്സിലാക്കണം. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. യിരെമ്യാ പ്രവചനത്തിൽ 18-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് നാം ഓരോരുത്തരുമെന്ന് ശൗലിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ യിരെമ്യാ പ്രവചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അത് കുശവന്റെ ഇഷ്ടമാണ്. കുശവന് താൻ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ആ ചിന്ത പ്രകാരം എങ്ങനെ ഈ പാത്രമായി തീരണമെന്ന് തൻ്റെ ഹൃദയത്തിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രപ്രകാരമാണ് തൻ്റെ കരങ്ങളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണിനെ താൻ പാത്രമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തൻ്റെ ഹൃദയത്തിലെ ചിന്ത, തൻ്റെ ഹൃദയത്തിലെ ആ ദർശനം ആ പാത്രത്തിൽ വന്നില്ല എങ്കിൽ ആ പാത്രം ചീത്തയായി പോകുകയാണ്. എന്നാൽ അതിനെ മറ്റൊരു പാത്രമാക്കി തീർക്കുകയാണ് ഈ കുശവൻ ചെയ്യുന്നത്. കാരണം ഒരിക്കൽ പോലും ആ മണ്ണ് അല്ലെങ്കിൽ ആ പാത്രത്തെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളയുന്നില്ല. കാരണം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ അത് മറ്റൊരു പാത്രമാക്കി തീർക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നമുക്കാകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, കർത്താവ്
കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്, കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. നമ്മൾ ആരായി തീരണം, എന്തായി തീരണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്താകണം, ആരാകണമെന്ന്. പക്ഷെ നമ്മുടെ ആഗ്രഹം പോലെ കുഞ്ഞുങ്ങളാകാതെ വരുന്നില്ലയോ പലപ്പോഴും? അങ്ങനെയുള്ളതുപോലെ ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ആരാകണം, എന്താകണം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണമെന്ന്. പക്ഷേ അത് ചെയ്യാതെ വരുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ തകർത്ത് കളയുന്നില്ല, എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളയുന്നില്ല, നമ്മളെ അതെ തള്ളിക്കളയുന്നില്ല. കർത്താവ് പറയുന്നത് അവൻ മറ്റൊരു പാത്രമാക്കി നമ്മെ മാറ്റുന്നു. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവ് നമ്മളെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ അതേ മതിയായ ദൈവമാണ്. അത് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണോ അപ്രകാരമായി തീരുവാൻ നാം ആഗ്രഹിക്കുക, സമർപ്പിക്കുക. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 20-26 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു: മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോടെ നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? അപ്പോൾ നാശയോഗ്യമായ കോപപാത്രങ്ങളായിരുന്ന നമ്മെ തകർത്ത് കളയാതെ, ഉടച്ചു കളയാതെ, വലിച്ചെറിഞ്ഞു കളയാതെ കരുണാപാത്രങ്ങളാക്കി തീർത്തതാണ് വലിയവനായ ദൈവം നമ്മളോട് ചെയ്തത്. ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ഒരു ഹീനപാത്രമായിരുന്നപ്പോൾ, ആർക്കും വേണ്ടാതെ, ആർക്കും പ്രയോജനമില്ലാതെ, ഒരു മനുഷ്യന് ഒരു ഗുണവും ചെയ്യുവാൻ കഴിയാതെ, ദൈവത്തിനും പ്രയോജനമില്ല, മനുഷ്യർക്കും പ്രയോജനമില്ലാതെ ഒരു ഹീനപാത്രമായിരുന്നപ്പോൾ, അതേ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നാശയോഗ്യമായ പാത്രമായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ കർത്താവ് നമ്മെ എന്താക്കി തീർത്തെന്നറിയാമോ? കരുണാപാത്രങ്ങളാക്കി മാറ്റി. കർത്താവിൻ്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നു തന്നു, കർത്താവിൻ്റെ ദയ നമ്മിലേക്ക് പകർന്നു തന്നു, കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് പകർന്നു തന്നു. നമ്മെ കരുണാപാത്രങ്ങളാക്കി കർത്താവ് നമ്മെ മാറ്റി എടുത്തു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് നാം ആയിരിക്കുന്ന അനുഭവത്തിൽ കർത്താവ് നമ്മെ കരുണാപാത്രങ്ങളായി കാണുവാൻ ആഗ്രഹിക്കുന്നു. നാശയോഗ്യമായ പാത്രങ്ങളായിട്ടല്ല, കോപപാത്രങ്ങളായിട്ടല്ല, തകർന്നു പോകുന്ന പാത്രങ്ങളായിട്ടല്ല, ഹീനപാത്രങ്ങളായിട്ടല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാനപാത്രമായി തീരുവാൻ, കരുണാപാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനായി നാം ദൈവകരങ്ങളിൽ പൂർണ്ണമായി വിധേയപ്പെടേണ്ടതുണ്ട്, പൂർണ്ണമായി സമർപ്പിക്കേണ്ടതുണ്ട്. ദൈവവചനപ്രകാരം ദൈവത്തിന് വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മെ കരുണാപാത്രമാക്കി മാറ്റുന്നു, മാനപാത്രമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം മറ്റുള്ളവർക്കും ദൈവത്തിനും പ്രയോജനമുള്ളവരായി തീരുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തെ നാം ഇങ്ങനെ കാണുന്നു. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. 2 തിമോത്തിയോസ് 2:20-21. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പം നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ദൈവത്തിന് പ്രയോജനമുള്ള മാനപാത്രമാകുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു വീട്ടിൽ, ഒരു വലിയ വീട്ടിൽ, ഇങ്ങനെ ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും കല്ലും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. അപ്പോൾ വെള്ളിയും പൊന്നും കൊണ്ടുള്ളവയ്ക്ക് മാത്രമല്ല ഉപയോഗമുള്ളത്, മരവും മണ്ണും കൊണ്ടുള്ളവയ്ക്കും ഉപയോഗമുണ്ട്, അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ദൈവവചനം പറയുകയാണ്, വെള്ളിയും പൊന്നുമായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, മരവും വേണം, മണ്ണും വേണം, കല്ലും വേണം, ഇതും കൊണ്ടുള്ള എല്ലാം വേണം.
എല്ലാറ്റിനും ഓരോന്നിനും അതിനതിൻ്റെ ഉപയോഗമുണ്ട്, ഓരോന്നിനും അതിനതിൻ്റെ പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്നാൽ ബൈബിൾ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലത് മാന്യ കാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന്. ആരാണ് ഉടമസ്ഥൻ? ജീവശ്വാസം നമ്മിലേക്ക് ഊതിയവൻ. ആരാണ് ഉടമസ്ഥൻ? നമ്മെ നിർമ്മിച്ചവൻ, നമ്മെ സൃഷ്ടിച്ചവൻ. ആ ഉടമസ്ഥന് നാം പ്രയോജനമുള്ളവരായി തീരേണ്ടതിന് നാം എന്ത് ചെയ്യണമെന്നറിയാമോ? നാം തന്നെത്താൻ വെടിപ്പാക്കണം, നാം തന്നെത്താൻ വിശുദ്ധീകരിക്കണം. എന്നിട്ട് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും നാം ഓരോരുത്തരും. അതേ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഉടമസ്ഥന് നീ നല്ല വേലക്കാരനായി ഒരു മാനപാത്രമായിരിക്കുവാനാണ് ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാലോ, അതേ എൻ്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. തിമോത്തിയോസ് ഒരു യവനനാണ്, എങ്കിലും തന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു മാനപാത്രമായിരിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു നാം ഒരു മാനപാത്രമായിരിക്കണം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ശുദ്ധീകരിക്കപ്പെട്ട പാത്രം. അതെ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നാം ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടുന്ന പാത്രമായിരിക്കണം. കാമവികാരത്തിലും ദുർനടപ്പിലും ജീവിക്കാൻ അല്ല നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നാം ശുദ്ധീകരിക്കപ്പെടുന്ന പാത്രമാണ്, ശുദ്ധീകരിക്കപ്പെടേണ്ട പാത്രമാണ്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ശുദ്ധീകരണം തന്നെയാണ്. നാം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാനപാത്രമായി ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയായി തീരും. അതേ, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി പറയുന്നു, അതെ, ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ചതിക്കരുത്, മറ്റുള്ളവരോട് നമ്മൾ അതിക്രമിച്ച് പാപം ചെയ്യരുത്. കാരണം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പാപം ചെയ്യരുത്. നമ്മുടെ ഈ പാത്രം എന്ന് പറയുന്നത് ഇത് മൺപാത്രമാണ്, തകർന്നു പോകുന്ന പാത്രമാണ്. ഈ പാത്രത്തെ ശുദ്ധീകരണത്തോടെ സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ആരെങ്കിലും അങ്ങനെ തുച്ഛീകരിച്ചാൽ, ആരെങ്കിലും തൻ്റെ സഹോദരനെയോ സഹോദരിയോ തുച്ഛീകരിച്ച് അവരെ പാപം ചെയ്ത് നശിപ്പിച്ചാൽ ദൈവവചനം പറയുന്നത്, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, അതെ, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെയാണ് തുച്ഛീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ, ഈ മൺപാത്രത്തിൽ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ ദൈവത്തെയാണ് നാം തുച്ഛീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് നിങ്ങളോട് ഇപ്രകാരമാണ് പറയുന്നത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ മൺപാത്രം എന്ന് പറയുന്ന ഈ സ്ത്രീ ജനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ജനം അവർ ബലഹീന പാത്രമാണ്. അപ്പോൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, കുടുംബജീവിതത്തിൽ
പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. അപ്പോസ്തലനായ പത്രോസ് അത് പറയുമ്പോൾ ആദ്യമേ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീ വിചാരിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാം. ഒരു കുടുംബനാഥ വിചാരിച്ചാൽ പ്രാർത്ഥന തകർന്നു പോകാം, ആരാധന തകർന്നു പോകാം, അവിടുത്തെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ സ്ത്രീയെ അവൾ ബലഹീന പാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളോട് വിവേകത്തോടെ ഇടപെട്ടെങ്കിൽ മാത്രമേ വീട്ടിൽ പ്രാർത്ഥന നടക്കത്തുള്ളൂ, കുടുംബ പ്രാർത്ഥന നടക്കത്തുള്ളൂ, ആരാധന നടക്കത്തുള്ളൂ, ഭക്തിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. അതേ ദൈവവചനം പറയുന്നു, അവളോട് വിവേകത്തോടെ സംസാരിക്കുക. അതെ, വിവേകത്തോടെ സംസാരിക്കാൻ പറയുമ്പോൾ സ്ത്രീജനത്തോട് പറയേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അത് മറച്ചു വെക്കുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അവൾ പെട്ടെന്ന് കോപിച്ചിരിക്കാം, പെട്ടെന്ന് അവൾ എന്തെങ്കിലും പാവം ചെയ്തിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ അവളോട് പറയാതെ വിവേകത്തോടെ സ്ത്രീയോട് സംസാരിക്കുക. വിവേകത്തോടെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേങ്കിൽ അവളുമായി കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ പറ്റും. ഇന്ന് പലരുടെയും കുടുംബജീവിതം തകർന്നു പോകുന്നതും പലരും രണ്ടായി നിൽക്കുന്നതിൻ്റെയും പ്രധാന കാരണമെന്ന് പറയുന്നത് വിവേകത്തോടെ സ്ത്രീജനത്തോട് സംസാരിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ്. അതേ, ബലഹീന പാത്രങ്ങൾ തകർന്നു പോകുവാൻ ഇടയായി തീരുന്നത്. ഇന്ന് കുടുംബജീവിതങ്ങൾ തകർന്നു പോകാൻ കാരണം സ്ത്രീജനത്തോട് വിവേകത്തോടെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, വിവേകത്തോട് അവരോട് ഇടപെടുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലരുടെയും കുടുംബജീവിതങ്ങൾ തകർന്നു പോകുവാൻ കാരണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, വിവേകത്തോടെ സംസാരിക്കുക. മാത്രമല്ല, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ഈ സ്ത്രീജനം എന്ന് പറയുന്നത് ബലഹീന പാത്രങ്ങളാണെങ്കിലും ഇവരും ആരാണ്? ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാ. അതുകൊണ്ട് അതേ ഭർത്താക്കന്മാരോട് അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായി ഓർപ്പിക്കുകയാണ്, നിന്റെ വിവേകമില്ലാത്ത ഒരു വാക്കുകൊണ്ട് നിന്റെ ഭാര്യ ജീവന്റെ കൃപയിൽ നിന്ന് അറ്റുപോകുവാൻ ഇടയാകരുത്. വിവേകമില്ലാത്ത നിന്റെ ഇടപെടലുകൾ കൊണ്ട്, വിവേകമില്ലാത്ത നിന്റെ സംസാരം കൊണ്ട് നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോകരുത്. ജീവന്റെ കൃപയ്ക്ക് അവൾ കൂട്ടവകാശിയാണ്. അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? അവർക്ക് ബഹുമാനം കൊടുക്കേണ്ട സ്ഥാനത്ത് ബഹുമാനം കൊടുക്കുക. ചിലർക്ക് ഒട്ടും പറ്റാത്ത കാര്യമാത്. ഭാര്യയാണെന്ന് പറഞ്ഞും കൊണ്ട് അവരെ തരം താഴ്ത്തി സംസാരിക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ അവരെ തരം താഴ്ത്തുക, കൂട്ടുകാരുടെ മുൻപിൽ, ബഹുജനത്തിന്റെ മുൻപിൽ ഒക്കെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ അവർ അതെ ജീവന്റെ കൃപയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. കാരണം അവർ ബലഹീന പാത്രമാണ്. പെട്ടെന്ന് അവർ കോപിക്കുന്നു, പെട്ടെന്ന് അവർ സങ്കടപ്പെടുന്നു, പെട്ടെന്ന് അവർ കരയുന്നു. പുരുഷന്മാർ പെട്ടെന്ന് കരയുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, പ്രാർത്ഥനാ വാചകങ്ങൾ അങ്ങോട്ട് ചൊല്ലി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങുമ്പോഴേ സ്ത്രീജനം എന്ത് ചെയ്യാൻ തുടങ്ങും? കരയുവാൻ തുടങ്ങും. പക്ഷെ പുരുഷന്മാരോ, അവർ കരയുന്നൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. കാരണം അവർക്ക് ഭയങ്കര ഹൃദയത്തിന് നല്ല ഉറപ്പുള്ളവരാണ്, അവരങ്ങനെ കരയത്തില്ല. പക്ഷെ സ്ത്രീജനം അങ്ങനല്ല, പെട്ടെന്ന് കരയും, അതുപോലെ തന്നെ പെട്ടെന്ന് അവർ കോപിക്കുകയും ചെയ്യുന്നു, പെട്ടെന്ന് അവര് അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ദൈവജനത്തോട് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഭർത്താക്കന്മാരെ, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണമെങ്കിൽ സ്ത്രീജനത്തിന് ബഹുമാനം കൊടുക്കേണ്ട സ്ഥാനത്ത് ബഹുമാനം കൊടുക്കുക. വീട്ടിൽ ഭാര്യയുമായി മാത്രം പറയേണ്ട കാര്യങ്ങൾ അവളുമായി മാത്രം സംസാരിക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ രഹസ്യത്തിൽ നിങ്ങൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ബലഹീന പാത്രത്തെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ മൺപാത്രം എന്ന് പറയുന്നത് ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയായ മൺപാത്രമാണ്. ഇത് ബലഹീന പാത്രമാണ്, പക്ഷേ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയും കൂടാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, മൺപാത്രത്തെ കുറിച്ചാണല്ലോ നാം ഇവിടെ ദൈവവചനത്തിലൂടെ അതേ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഈ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മൾ കേട്ടപ്പോൾ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തുവാൻ, നാം ഏതവസ്ഥയിലായിരിക്കുന്നു, ആമേൻ, ഈ പാത്രത്തിൽ ഏതവസ്ഥയിലാണ്, ആമേൻ, അത് തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണോ,
അതേ മാനപാത്രമാണോ, ഹീനപാത്രമാണോ, നാശയോഗ്യമായ പാത്രമാണോ, കരുണാപാത്രമാണോ, അല്ല ദൈവവേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രമാണോ, അതല്ല ബലഹീന പാത്രമാണോ, ശുദ്ധീകരിക്കപ്പെട്ട പാത്രമാണോ, അതോ ആ ദൈവത്തിൽ നിന്ന് തകർക്കപ്പെട്ട അതേ പോയി പാപത്തിന് അടിമപ്പെട്ട പാത്രമാണോ? ഇന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി ദൈവസന്നിധിയിൽ ഈ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ഇന്ന് നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. ഈ ദൈവവചനം നമ്മളോട് പറയുന്നു, കർത്താവ് നമ്മെ കരുണാപാത്രമാക്കി മാറ്റും, മാനപാത്രമാക്കി മാറ്റും, തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാക്കി മാറ്റും. ആകയാൽ ദൈവസന്നിധിയിൽ ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ തിരുസന്നിധിയില ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാ പ്രിയ പ്രേക്ഷകരുടെ മേലും അങ്ങയുടെ ആത്മാവിന്റെ ശക്തി പകർന്ന ദൈവമായി കർത്താവ് തന്റെ ജനത്തെ അനുഗ്രഹിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവസന്നിധി തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി, ആമേൻ, ദൈവസന്നിധി പ്രയോജനമുള്ള പാത്രമായി, ആമേൻ, ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ പാത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് ഈ ജനത്തെ അനുഗ്രഹിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ജോണിനെയും തന്റെ കുടുംബത്തെയും തന്റെ തലമുറകളെയും തന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെയും ജോലി എല്ലാം ദൈവ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. നിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെടുവാൻ, തന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, തന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ, തന്റെ കുടുംബ ജീവിതം, തന്റെ തലമുറകൾ മാനിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്ന് ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആമേൻ ഹല്ലേലൂയ പ്രേക്ഷകരെ സ്വർഗം അനുഗ്രഹിക്കുമറങ്ങണമേ. ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവർ, വിദേശങ്ങളിലായിരിക്കുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, ആമേൻ, എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മേൽ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നവരെ സ്വർഗം ഇന്ന് പണിയുമറങ്ങണമേ. മാനപാത്രമാക്കി തീർക്കണമേ, മറ്റൊരു പാത്രമാക്കി തീർക്കണമേ. ദൈവകരങ്ങളിൽ പ്രയോജനമുള്ളവരാക്കി തീർക്കുമറങ്ങണം. ആമേൻ. ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന യാചന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവജനമേ, ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളുമായി നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.